കാശ്മീർ വിഷയത്തിൽ വീണ്ടും തലയിടാൻ ശ്രമിച്ച ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യയുടെ കിടിലൻ മറുപടി. പാകിസ്ഥാനൊപ്പം ചേർന്ന് കാശ്മീർ ഒരു തർക്ക വിഷയമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ബീജിംഗിന് ചുട്ട മറുപടിയാണ് ന്യൂഡൽഹി നൽകിയിരിക്കുന്നത്. മറുപടിയിലൂടെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിൽ ഇടപെടാൻ മറ്റാർക്കും യാതൊരു അവകാശവുമില്ലെന്നും ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് 26-ന് ചൈനയും പാകിസ്ഥാനും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയാണ് പുതിയ പ്രകോപനങ്ങൾക്ക് തുടക്കമിട്ടത്. കാശ്മീരിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് പാക് പ്രതിനിധി സംഘം ചൈനയെ ധരിപ്പിച്ചുവെന്നും കാശ്മീർ വിഷയം ചരിത്രം അവശേഷിപ്പിച്ച ഒരു തർക്കമാണെന്നും ചൈന പ്രസ്താവനയിൽ പറഞ്ഞു. UN ചാർട്ടർ പ്രകാരം സമാധാനപരമായി ഇത് പരിഹരിക്കണമെന്നും ബീജിംഗ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് ഇന്ത്യ നൽകിയ മറുപടി കിടിലനായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ചൈനയ്ക്കെന്നല്ല ലോകത്ത് ഒരു രാജ്യത്തിനും അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു. കാശ്മീരിന് പുറമെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, നിർമ്മിത ബുദ്ധി, അതിർത്തി കടന്നുള്ള ജലസ്രോതസ്സുകളുടെ പങ്കിടൽ എന്നിവയിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചൈനയും പാകിസ്ഥാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പാക് അധീന കാശ്മീരിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ ഇന്ത്യ ശക്തമായി എതിർത്തു. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇന്ത്യ ആഞ്ഞടിച്ചു. കൂടാതെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ നിയമാനുസൃതമായി അതിർത്തികൾ പങ്കിടുന്നില്ലെന്നും അതിനാൽ ജലസ്രോതസ്സുകൾ പങ്കിടുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് അർഹതയില്ലെന്നും ഇന്ത്യ പരിഹസിച്ചു. 1963-ലെ അനധികൃത ചൈന പാക് അതിർത്തി കരാർ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും നീക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടി പൊട്ടും എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ പ്രസ്താവന ഇറക്കി കളിക്കാതെ ചെയ്ത് കാണിക്കുക എന്നൊരു വെല്ലുവിളിയുടെ ധ്വനിയും അതിലുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് ലോകത്തിന് മുന്നിൽ സമാധാന ദൂതനാകാൻ പാകിസ്ഥാൻ കുറച്ച് നാളുകളായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എന്നാൽ ബീജിംഗ് ഉച്ചകോടിയോടെ തങ്ങളുടെ പഴയ ഓൾ വെതർ ഫ്രണ്ടായത്, അതായത് ശാശ്വത സുഹൃത്തായിട്ടുള്ള ചൈനയുടെ കാൽക്കീഴിലേക്ക് തന്നെ മടങ്ങാനാണ് പാകിസ്ഥാന്റെ തീരുമാനമെന്ന് വ്യക്തമായിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ നിൽക്കാൻ ചൈനയുടെ പിന്തുണ കൂടിയേ തീരൂ എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അതിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല എന്നും ന്യൂഡൽഹി വീണ്ടും അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് എത്ര വലിയ സംയുക്ത പ്രസ്താവനകൾ ഇറക്കിയാലും കാശ്മീർ എന്ന യാഥാർത്ഥ്യത്തെ മാറ്റി എഴുതാൻ അവർക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്ത്യ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.